ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദി ലൂമഹനാസ് ടി ബി സീരീസ്. ഇന്ന് ഞാൻ വന്നത് ബ്രെഡ് വെച്ചിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഐറ്റം സ്നാക്കാണ്. അപ്പോൾ വാ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി നമുക്ക് ആദ്യം തന്നെ ഒരു വൈറ്റ് സോസ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിന്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. അത് മെൽറ്റായതിന് ശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മൈദയെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് ചേഞ്ചായി പോവും. അപ്പോൾ നമുക്ക് വൈറ്റ് കളറിലുള്ള സോസ് കിട്ടൂല. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാലൊഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ശേഷം നമുക്കതിൽ കട്ടകളൊക്കെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. കുറച്ചായി പാലൊഴിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ കട്ടകൾ ഉടച്ചെടുക്കാൻ പറ്റും. അങ്ങനെ 1 കപ്പ് പാല് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തണ്. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഏലക്കയും ഒരു പട്ടയുടെ കഷ്ണവുമാണ് ഇട്ട് കൊടുത്തത്. ശേഷം അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തണേ. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കാം. നമ്മൾ ബ്രെഡിൽ ജാമൊക്കെ തേക്കൂലേ, ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ആ പാനിൽ നിന്നൊക്കെ വിട്ടു പോകുന്ന ഈ ഒരു രീതിയിലായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തണേ. ഇനി തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ അത് ടൈറ്റാവും. ഇനി നമുക്ക് ബ്രെഡിനെ സാധാരണ നാടൻ രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കില്ല, അതുപോലെ ചെയ്യാണ് വേണ്ടത്. നമ്മൾ കോഴിമുട്ടയും പഞ്ചസാരയൊക്കെ ഇട്ട് റെഡിയാക്കില്ല, അതുപോലെ. ഞാനിവിടെ കോഴിമുട്ട ഇഷ്ടമില്ലാത്തത് കൊണ്ട് അത് ചേർത്തിട്ടില്ല. അതിന് പകരം മൈദ വെള്ളത്തിൽ കലക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തണേ. ഇനി നമുക്ക് അതിനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡ് എടുത്തിന്. ഇനി നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിന്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ എല്ലായിടത്തേക്കും ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിന്. ഇനി നമുക്ക് ഓരോ ബ്രെഡിനെയും ബാറ്ററിൽ മുക്കിയിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ ഒരു സൈഡ് ടോസ്റ്റായി വന്നാൽ നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ബ്രെഡിൻ്റെ 2 സൈഡും ടോസ്റ്റ് ആയി വന്നാൽ നമുക്ക് ബ്രെഡിനെ പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് മുഴുവൻ ബ്രെഡിനെയും ടോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ബ്രെഡ് മുഴുവനായിട്ട് ഞാനിവിടെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സോസ് ഇവിടെ നല്ലോണം തണുത്ത് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ബ്രെഡ് എടുക്കാം. അതിൻ്റെ മുകളിലോട്ട് ഈ സോസ് നമുക്ക് തേച്ച് കൊടുക്കാം. കുറച്ച് കട്ടിയായ രീതിയിൽ തന്നെ തേച്ച് കൊടുക്കുക. ശേഷം അതിന് മുകളിലോട്ട് മറ്റൊരു ബ്രെഡ് എടുത്ത് വെക്കാം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇതുപോലെ നമുക്ക് മുഴുവൻ ബ്രെഡും ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഇവിടെ ചെയ്തെടുത്തണേ. ഈ ഒരു അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 8 ബ്രെഡിലേക്ക് ഈ ഒരു സോസ് പാകമാണ് കേട്ടോ. ഇനി നമുക്കതിനെ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ ഉണ്ട് കട്ട് ചെയ്ത്. നീളത്തിൽ 2ആയിട്ടോ അല്ലെങ്കിൽ 4ആയിട്ടൊക്കെ കട്ട് ചെയ്താലും മതി. അപ്പോൾ നല്ല ഭംഗിയുള്ളത് കാണാൻ വേണ്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ബ്രെഡ് കിട്ടുമ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക് യു, ബൈ ബൈ.